ഹായ് മക്കളെ, +1 എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ തന്നെ +2വിൻ്റെ പഠനം ആരംഭിച്ച മറ്റനേകം വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് എന്ത് എടുക്കണം എന്ന് അറിയാതെ വെറുതെ വീട്ടിലിരുന്ന് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചില കുട്ടികളുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചെങ്ങായി പറയാൻ വിചാരിച്ചതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ +1 ഒക്കെ കഴിഞ്ഞു. +2വിൽ ഒരു ട്യൂഷന് പോവേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഒരു പക്ഷേ പല ആളുകളും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഓൾറെഡി ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്താണ് അഗ്നി ബാച്ച് എന്ന് നിങ്ങളോട് ഇനി സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ലൈഫിനെ തന്നെ പറ്റി പറയുകയാണ്. +1ൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ട്യൂഷനും പോയിട്ടില്ല. ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് മടി കാണിച്ചുകൊണ്ട് +1ൽ നന്നായിട്ട് ഉഴപ്പി എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞു. പക്ഷേ +1ലെ മാർക്ക് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ പറ്റില്ല, എനിക്ക് +2ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ +2ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. അതെനിക്ക് അത്രയധികം ഉറപ്പുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ സ്കൂളിലെ ക്ലാസ്സുകൾ മാത്രം കേട്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ടീച്ചേഴ്സിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്കൂളിലെ ഒരു അധ്യാപകന് ആ ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർ ക്ലാസ് എടുത്തു പോകും. ചില കുട്ടികൾക്കൊക്കെ തോന്നലുണ്ടാവും ഈ സാറ് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നു, പക്ഷേ ഒരു തവണ കൂടി അല്ലെ 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് +2ൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു സപ്പോർട്ട്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരിക്കലും നിങ്ങളുടെ ഒരു ഈഗോ കാരണം ഞാൻ നല്ല പഠിപ്പിയാണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, മാറ്റി വെക്കണ്ട. കാരണം നിങ്ങളുടെ ലൈഫാണ്. +2 എന്ന് പറയുന്നത് ഭീകരമായുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ പല എൻട്രൻസ് എക്സാമുകൾക്കും +1 മാർക്ക് നോക്കിയിട്ടില്ലെങ്കിലും +2ലെ മാർക്ക് നോക്കാറുണ്ട്. +2 മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് പല എൻട്രൻസ് എക്സാമുകളും നടത്താറുണ്ട്. അതുകൊണ്ട് +2ൽ നിങ്ങൾ +1 ഇപ്പോൾ എന്തോ ആവട്ടെ, നിങ്ങൾ മാർക്ക് കുറഞ്ഞോട്ടെ, ഇനി മാർക്ക് കൂടുതൽ കിട്ടിയാവട്ടെ, എന്തായാലും കുഴപ്പമില്ല. +2ൽ നിങ്ങൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയുള്ള അഡ്മിഷൻ പല കോഴ്സുകളിലേക്കും നിങ്ങളെ ഹെൽപ്ഫുൾ ആവും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും മികച്ചൊരു കോഴ്സ് തന്നെയാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന, നിങ്ങൾ യൂട്യൂബുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉള്ള ഒരു ക്ലാസ്സാണ്, അല്ലെങ്കിൽ കോഴ്സാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അതിൽ തരുന്ന മെറ്റീരിയൽസുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള PDF നോട്ടുകൾ, സ്ലൈഡ്സുകൾ, പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്താക്കി തരാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് തരും, നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ തരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നമുക്കറിയാം, ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റണമെന്നില്ല, പല വീട്ടുകൂടലുകൾ അല്ലെങ്കിൽ കല്യാണങ്ങൾ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസുകൾ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഈ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് പിന്നീടുള്ള ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താക്കാം, മിസ്സായിപ്പോയ ക്ലാസ്സുകൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസുണ്ട്, ഒരു തവണ കേട്ട കുട്ടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. 2-3 തവണ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ റെക്കോർഡഡ് ലൈവായിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. +1നേക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഓരോ സബ്ജക്റ്റും +2ലെത്തുമ്പോൾ കൂടുതൽ പഠിക്കാനുണ്ട്. മാത്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, എല്ലാം തന്നെ +1നേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ നീറ്റ് ജെയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ അഗ്നി ബാച്ച് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ബോർഡ് എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെയാണ് +2 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താക്കണം, ഇനി അങ്ങോട്ടും അടിപൊളിയായിട്ട് +2 നിങ്ങൾ പബ്ലിക് എക്സാം എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. നിങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളുണ്ടാവും. അപ്പോൾ മറക്കണ്ട, ആദ്യ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ കൂട്ടുകാരായിട്ട് ഒരുമിച്ച് വന്ന് പഠിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ആപ്പ് ലൈവുകളിലൊക്കെ സെറ്റാക്കാം. നിങ്ങളുടെ ഒരു സമയത്തെയും നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ക്ലാസ് റൂമുകളും ക്ലാസ്സുകളും ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫണ്ണുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള എൻ്റർടൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോ നമുക്ക് അവിടെ കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് ഹംസ, സൈലന്റ് ലേണിംഗ്. ബൈ.